ശങ്കറിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 2 റിലീസായി. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം താത്ത വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹൈപ്പൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഈ സിനിമയുടെ ആവശ്യകത എന്തോന്നായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്തിനായിരുന്നു ഇന്ത്യൻ 2? സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും ചോദിക്കുന്നത്. അറിയാം, ബ്രൈബ്, കറപ്ഷൻ അന്നും ഇന്നും തുടരുന്ന ഈ ഒരു കച്ചവടം ഉണ്ടല്ലോ. അതായത് ഈ ഒരു കറപ്ഷൻ എന്ന് പറയുന്ന അഴിമതി, ഇത് തന്നെ തുരത്താൻ വേണ്ടി ഇറങ്ങുന്ന ഇന്ത്യൻ താത്ത തിരിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും മാറാതെ നിൽക്കുന്നത് തുടങ്ങിയ നിരവധി സംശയങ്ങളൊക്കെ തന്നെയായിരുന്നു പ്രേക്ഷകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഇന്ത്യൻ്റെ സെറോക്സ് കോപ്പി എടുത്ത് വെച്ചതുപോലെ തന്നെയുണ്ട് ഇന്ത്യൻ 2. അതായത് പുതുമ എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാതെ ഒരേ ട്രാക്കിൽ ഒരേ കഥ പോകുന്നത് പോലെ തന്നെയാണ് ഇന്ത്യൻ 2 തോന്നിയത്. ഇതാണ് ഒറ്റ ലൈനിൽ എനിക്ക് റിവ്യൂ ആയിട്ട് പറയാനുള്ളത്. മെയിൻലി ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ശങ്കറിൻ്റെ ബ്രഹ്മാണ്ഡമായ സംഭവം, കമൽഹാസൻ ശങ്കർ കോമ്പിനേഷൻ തിരിച്ചു വരുന്നു, ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്നു. സ്വാഭാവികമായും ട്രെയിലറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷകളൊക്കെ തന്നെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രേക്ഷകന് നിരാശയാണ് ഈ സിനിമ സമ്മാനിച്ചത് എന്നുള്ളതാണ്. ദി ഐഡിയൽ പ്ലോട്ട്, ഈ സിനിമയുടെ പ്ലോട്ടായിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ 2 എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴേക്കും ഇന്നത്തെ യൂത്ത്, സോഷ്യൽ മീഡിയ, ഇവരൊക്കെ തന്നെ പ്രതികരണ ശേഷിയുള്ളവരാണ്. പണ്ടത്തെ പോലെ ഒരു മീഡിയം ഇല്ലാതെ നിൽക്കുന്ന സൊസൈറ്റിയുടെ മുന്നിലേക്കല്ല ഇന്നത്തെ ഒരു 2024 സിനിമ പ്ലേസ് ചെയ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ എന്ത് അനീതി വന്നാലും പുറത്തു പറയാൻ പറ്റുന്ന, ഓരോ പ്രേക്ഷകനും വോയിസ് ഉള്ള, ഓരോ രീതിയിലും അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്ന, അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ 2 പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ താത്തയുടെ പ്രസക്തി എത്രമാത്രമാണ് എന്നുള്ളൊരു വലിയ ചോദ്യത്തിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. സിനിമ തുടങ്ങുന്നു, സിദ്ധാർത്ഥ് വരുന്നു, പ്രിയ ഭവാനി ശങ്കർ വരുന്നു. ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ താത്തേക്കൊരു എൻട്രി. അതൊരു ഗംഭീര പ്ലോട്ടിംഗ് ആണ്. ആ സ്റ്റേജ് സെറ്റിംഗ് രസമാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ താത്ത വരണം, പുള്ളി എന്തുകൊണ്ട് തിരിച്ചു വരണം എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഈ സിനിമ തുടങ്ങുന്നുണ്ട്. ആ സിനിമയുടെ പ്ലോട്ട് സെറ്റിംഗ്, കമൽഹാസൻ്റെ എൻട്രി വരെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യാൻ, അത് സംസാരിക്കപ്പെടാൻ വളരെ ശരിയായിട്ടൊരു ഡയലോഗുണ്ട് സിദ്ധാർത്ഥിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സിനിമയിൽ. എല്ലാവർക്കും ശബ്ദം റേസ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും അത് മുന്നിട്ടിറങ്ങി ചെയ്യാൻ ഒരാളില്ല. എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ അനീതിക്കെതിരെ സംസാരിക്കാൻ ആളുകളുണ്ട്, പക്ഷെ ഇറങ്ങിച്ചെന്ന് അതിനെതിരെ നിൽക്കാൻ ഒരാളില്ല. അവിടെയാണ് കമൽഹാസൻ്റെ ക്യാരക്ടർ വരുന്നത്. ആ സ്റ്റേജ് സെറ്റിംഗ് എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ കമൽഹാസൻ്റെ എൻട്രിക്ക് ശേഷം ആകെ മൊത്തം കയ്യിൽ നിന്ന് പോയൊരു ഫീലാണ് തോന്നിയത്. കമൽഹാസൻ്റെ നമുക്കൊരു വിഷ്വൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ കമൽഹാസനാണ് നമ്മുടെ സ്ക്രീനിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഓറ സത്യം പറഞ്ഞ ഒരു ഷോട്ടിൽ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ലൈക്ക് കമൽഹാസൻ എന്ന് പറയുന്നൊരു നടൻ അത്രയധികം 64 ഇയേഴ്സായിട്ട് നമ്മളിങ്ങനെ വിസ്മയിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കത്തന്നെ. അങ്ങനെ തുടങ്ങി വന്നൊരു കരിയറിൽ നിന്ന് ഇപ്പോൾ അവസാനം വിക്രം ആയിക്കോട്ടെ, നമുക്ക് നൽകിയൊരു ഓറയുണ്ട്. അത് ഇന്ത്യൻ 2ലേക്ക് പ്രോസ്തറ്റിക് മേക്കപ്പും അനാവശ്യമായ വിഗ്ഗുകളും ഒക്കെ വെച്ച് ആ ഓറ ഭയങ്കരമായി നശിപ്പിച്ചതുപോലെ ഫീൽ ചെയ്തു. ഇന്ത്യൻ 2ൽ ഒരുപാട് മൊമെൻറ്റ്സ് കമൽഹാസൻ വന്നതിന് ശേഷം ഗ്രാഫ് ഭയങ്കര താഴ്ന്നതുപോലെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്കറിയാം കറപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ സിനിമയുടെ പ്ലോട്ടും. ഇന്ത്യൻ്റെ സെയിം പ്ലോട്ട് തന്നെയാണ് ഇന്ത്യൻ 2ലേക്ക്. പക്ഷെ ഒരു പുതുമ, ഒരു പുതിയ രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റോറി ലൈനോ മേക്കിങ്ങോ ഒന്നും തന്നെ ഈ സിനിമയിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല. സംവിധാനം ചെയ്യുന്നത് ശങ്കറാണ്, ബ്രഹ്മാണ്ഡ സിനിമയാണെന്നുള്ളൊരു പ്രേക്ഷകൻ്റെ മൈൻഡ് സെറ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊന്നും തന്നെ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ആവുന്നില്ല. ഇതെല്ലാം ഇതിന് വലിയൊരു ഡ്രോബാക്സ് ആയിട്ട് സിനിമയിൽ മാറിക്കാണുന്നുമുണ്ട്. ഇനി ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ്, നമ്മൾ ഈ പ്രേക്ഷകന് ഇന്ത്യൻ എന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂസ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ 2 റിലീസാവുന്നതിന് മുമ്പ് ഇതിനൊരു പോളുകളും അനാലിസിസുകളും ഒക്കെ പ്രേക്ഷകൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് സോഷ്യൽ മീഡിയ സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവുന്നത് വളരെ റൂട്ടഡ് ആയിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പം നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അഭിമുഖീകരിച്ചിട്ടുള്ള ഇതുപോലെ അഴിമതി വേണമെന്ന് ആവശ്യപ്പെടുന്ന, നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ സിനിമയിൽ കാണുമ്പോഴേക്കും അത് റെഫറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കത് റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ജീവിതമായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ത്യൻ 2 വരുമ്പോഴേക്കും അത് ഗ്രാൻഡാണ്. ലൈക്ക് മൾട്ടി ബിസിനസ്മാൻ, മൾട്ടി മില്യണിയേഴ്സിൻ്റെയൊക്കെ കുറേ എപ്പിസോഡ്സ് പറയുന്നുണ്ട്, 2-3 എപ്പിസോഡ്സൊക്കെ പറയുന്നുണ്ട്. പ്രേക്ഷകന് ഒരിക്കലും ഒരു മൾട്ടി മില്യണിയർ, സാധാരണ പ്രേക്ഷകൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഒരു മൾട്ടി മില്യണിയറുമായിട്ടൊരു അഴിമതി കച്ചവടവും നടക്കുന്നില്ല.
നമ്മൾ കാണുന്നത് ഒരു സബ് രജിസ്ട്രാർ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഒരു ടീച്ചറിന് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്കൂളിൽ നിന്ന് ഇത്രയും പണം തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഈ ജോലി തരാം, അല്ലെങ്കിൽ ഒരു MBBS സീറ്റിന് വേണ്ടിയിട്ട് ഇത്ര കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ MBBSൻ്റെ ഫുൾ ഫോം പോലും അറിഞ്ഞുകൂടാത്ത ഒരാളെ പിടിച്ച് ഡോക്ടറാക്കാം. ഇതെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നതും നമ്മുടെ ചുറ്റുമുള്ളത് തന്നെ നടക്കുന്നതുമാണ്. അങ്ങനത്തെയുള്ള എപ്പിസോഡ്സൊക്കെ വർക്കായിട്ടുമുണ്ട്. നേരെ മറിച്ച് ബില്യണേഴ്സിൻ്റെയും ബില്യണേഴ്സ് ഡോളേഴ്സിനൊക്കെ കളികളുള്ള ആളുകളുടെ അഴിമതികൾ നടക്കുന്ന ഒരു സ്റ്റേജ് സെറ്റിങ്ങിൽ വരുമ്പോഴേക്കും ബ്ലാങ്കാണ്, ഫ്ലാറ്റാണ്. കാരണം അവർ പണമേ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, പണക്കാരായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു ഫാക്റ്റിൽ നിന്ന് അത് റൂട്ടഡ് ആക്കാൻ ശങ്കർ എന്ന സംവിധായകന് സാധിക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ എപ്പിസോഡ്സ് വളരെ ഡ്രൈ ആയിട്ട് തോന്നി. പ്രധാനമായും ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കമൽഹാസൻ ഒഴികെ ബാർക്കിംഗ് ഡോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന 4 യൂത്ത് ഹു റെപ്രസെൻറ്റ്സ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഈ 4 പേര്, അതിലൊന്നാണ് സിദ്ധാർത്ഥും, ഒന്നാം പ്രിയ ഭവാനി ശങ്കറും, പിന്നെ 2 പേരും കൂടെയുണ്ട്. ഇവർക്കും ഇവരുടെ റിലേറ്റീവ്സുമായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ സിനിമയുടെ കോർ എലമെൻ്റായി നിൽക്കുന്ന ഒരു ഇമോഷണൽ കണക്റ്റ് പ്രേക്ഷകന് കിട്ടുന്നില്ല. സിദ്ധാർത്ഥിൻ്റെ അച്ഛനും തമ്മിലുള്ള ഇമോഷണൽ കണക്റ്റ് കിട്ടുന്നത് ഒഴിച്ചാൽ ബാക്കി 3 ക്യാരക്ടേഴ്സും ഡിസ്റ്റിങ്റ്റീവാണ്. ആ 3 ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടേഴ്സും അവരുടെ റിലേറ്റീവ്സുമായിട്ടുള്ള ഈ സിനിമയിലെ മർമ്മപ്രധാനമായ പല പ്ലോട്ടുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരായി നിൽക്കുന്നവരിൽ പോലും ഒരു ഇമോഷണൽ കണക്റ്റ് പ്രേക്ഷകന് കിട്ടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ എപ്പിസോഡ്സും ഫ്ലാറ്റ് ആവുന്നുണ്ട്. അങ്ങനെ എന്നാൽ ഈ സിനിമ 3 മണിക്കൂറുണ്ടെന്നുള്ളത് ആലോചിക്കണം. ഇതിനകത്ത് അനാവശ്യമായൊരു സോങ് ഉണ്ട്. അതായത് കമൽഹാസൻ്റെ എൻട്രിക്ക് ശേഷം ഏകദേശം വരുന്നൊരു ടൈമിൽ ഒരു കാലണ്ടർ സോങ് എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്. എന്തിനായിരുന്നു ആ സോങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം അതുമായി തുടർന്ന് ഇന്ത്യൻ താത്ത വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്രൈം കാണിക്കുന്നുണ്ട്. ആ എപ്പിസോഡ് എന്തിനാണെന്നും മനസ്സിലാവുന്നില്ല. അത് തന്നെ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഉണ്ട്. ഈ പാട്ടും ഈ സീൻസും ഉൾപ്പെടെ ഏകദേശം 20 മിനിറ്റ്സ് ഉണ്ട്. 20 മിനിറ്റ്സ് ആ 20 മിനിറ്റ്സ് വേറെ എവിടെയെങ്കിലും ലാഭിക്കാമായിരുന്നു. ഏതെങ്കിലും ഒരു രീതിയിൽ കുറച്ചും കൂടെ മെയിൻ ക്യാരക്ടേഴ്സുമായിട്ട് ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുന്നതിന് പകരം എവിടെയോ കിടക്കുന്ന ഏതെങ്കിലും എപ്പിസോഡ്സ് കാണിക്കുന്നതിന് പകരം ഇത് കുറച്ചുകൂടെ ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്നു എന്നുള്ളതായിരുന്നല്ലോ. അനിരുദ്ധ് മ്യൂസിക് ചെയ്യുമ്പോൾ AR റഹ്മാനുമായിട്ട് വരുമ്പോഴേക്കും അതൊരു കമ്പാരിസൺ, AR റഹ്മാനേക്കാൾ അനിരുദ്ധ് സ്കോർ ചെയ്തോ എന്നൊക്കെ ചോദിച്ചാൽ വളരെ ഫ്ലാറ്റായിരുന്നു. ഈ സിനിമയിൽ നമുക്കറിയാം സോങ് ഉണ്ട്, കാലണ്ടർ എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ചൊരു സോങ്. അങ്ങനത്തെ കുറേ സോങ്സ് ഉണ്ട്. പക്ഷേ അതൊന്നും തന്നെ നമ്മൾ ഈ ആദ്യ പാർട്ട് കണ്ടതിന് ശേഷമുള്ള ഒരു വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. വേറൊരു ലീഗിൽ പോലെയാണ് തോന്നി. ഇന്ത്യൻ സെറ്റപ്പ് ഇൻ അനദർ ലീഗ്, വേറൊരു ഗ്രാൻഡിയറിൽ വേറൊരു സ്കെയിലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് ഇന്ത്യൻ 2 മാറിയതുകൊണ്ട് തന്നെ വേറെ ഏതോ ലോകത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ത്യൻ 1 യാതൊരു ബന്ധമില്ലാത്ത, എന്നാൽ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം കൊണ്ട് വേറെ എവിടെയോ പ്ലേസ് ചെയ്തതുപോലത്തെ ഒരു ഫീല് ഇന്ത്യൻ 2 കിട്ടിയതും കുറച്ച് നിരാശയായിട്ട് മാറി. പിന്നെ ഇതിലെ ക്ലൈമാക്സ് സീക്വൻസസ്, കമൽഹാസൻ്റെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. എന്തിനായിരുന്നു ആ ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ നിരാശയായിട്ട് തോന്നിപ്പോയി. കാരണം ഫൈറ്റ് കൊറിയോഗ്രഫി ഗംഭീരമായിരുന്നു. ഫൈറ്റിനെ പറ്റിയല്ല പറയുന്നത്, പക്ഷേ സെറ്റിംഗ് അപ്പ് ദാറ്റ് ഫൈറ്റ്. കമൽഹാസൻ കുറേ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ വില്ലൻ ആരാണ്, അവരെവിടെ നിന്നാണ് വന്നത്, അവരുമായിട്ട് എന്താണ് ഇയാൾക്ക് ബന്ധം, ഇതൊന്നും മനസ്സിലാവാത്ത ക്ലൈമാക്സിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സീനിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒരു ബന്ധവുമില്ലാത്ത കുറേ പേര് വന്ന് അടി കൊള്ളുന്നത് കാണുമ്പോഴേക്കും എന്തിനാണ് ഇവരടിക്കുന്നത് തോന്നിപ്പോകുന്ന തരത്തിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ കുറച്ച് എപ്പിസോഡ്സ് അല്ലാണ്ട് ബാക്കി കുറച്ച് രംഗങ്ങളിലൊക്കെ കുറച്ച് ഇമോഷണലി കണക്ട് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ സീനുകളിലൊക്കെ സീരിയൽ ലെവൽ BGMഉം കണ്ണീരും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ ശങ്കർ സിനിമയിലാണോ ഇതൊക്കെ കാണുന്നതെന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകന് തന്നെ തോന്നുന്നുണ്ട്. കുറേ സ്ഥലത്ത് സീരിയസ് രംഗങ്ങളിൽ പ്രേക്ഷകർ ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം വളരെ തിരിച്ചടിക്കായിരുന്നു. ബൂമറാങ് പോലെ ഇവർ കാണിക്കുന്നത് എന്തോ കിട്ടുന്നത് നേരെ വിപരീതമായിട്ട് ചിരിയാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ സിനിമ കാണാൻ പോകുന്നവരടുത്ത് സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടും ഇരിക്കുക. ഇന്ത്യൻ 3D ട്രെയിലർ സിനിമയിൽ കാണിക്കുന്നുണ്ട്. 3D ട്രെയിലർ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് മോഡിലാണ്. ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷുകാർക്കെതിരെ മായുള്ള യുദ്ധത്തിനിടയിൽ നടക്കുന്നതാണ്. എനിക്കൊന്നും ഇന്ത്യൻ 2 ആവശ്യമില്ലായിരുന്നു. നേരെ ഇന്ത്യൻ കഴിഞ്ഞിട്ട് ഇന്ത്യൻ 3 വെച്ചേക്കുന്ന പ്ലോട്ട് തന്നെ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ബട്ട് ഓക്കെ ഫൈൻ. എന്തായാലും കാലങ്ങൾ കഴിഞ്ഞാലും കറപ്ഷൻ മാറുന്നില്ല എന്നൊരു സ്റ്റേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 3 മണിക്കൂർ ഇത്രയും ഇൻസിഡൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സിനിമയുടെ ആവശ്യമുണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. വിവേക്, നെടുമുടി വേണു, മനോബാല, ഈ 3 ക്യാരക്ടേഴ്സും നമുക്കറിയാം വേറൊരു AI രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അവർ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും തന്നെ ഇല്ല. ഗംഭീരമായിരുന്നു. ഈ ഇന്ത്യൻ 3D ട്രെയിലർ കുറച്ചുകൂടെ പ്രതീക്ഷ നൽകുന്നതാണ്. ആ സിനിമ 2025 വരുമെന്നാണ് അവസാനം കാണിച്ചിരിക്കുന്നത്. സോ ആ സിനിമയും കൂടി കണ്ടതിന് ശേഷം എങ്ങനെയായിരിക്കും ഈ ഫ്രാഞ്ചൈസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാകും. എന്തായാലും ഇന്ത്യൻ 2 പ്രേക്ഷകന് സമ്മാനിച്ചത് നിരാശയാണ്. സോ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.